ഹൃദയത്തിനകത്ത് ഭാരവും നിരാശയും സങ്കടവും ഒക്കെ വരുമ്പോൾ എന്നെ പലപ്പോഴും ആശ്വസിപ്പിച്ചിട്ടുള്ളൊരു വചനമായി ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 51 സങ്കീർത്തനം 17 വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. ദൈവം തകർന്ന മനസ്സിനെ, വേദനിക്കുന്ന മനസ്സിനെ ഒരിക്കലും കാണാതെ മുഖം തിരിച്ച് പോകത്തില്ല. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സിനോട് ദൈവം ദയ കാണിക്കും, കരുണ കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നാം മറ്റാരോടും പറയാത്ത ഒത്തിരി വേദനകളുണ്ട്. പലരും പുറമേ നന്നായി ചിരിക്കുമെങ്കിലും ഉള്ളത്തിൽ ഒത്തിരി നുറുങ്ങിയ ഹൃദയത്തോടെയാണ് നടക്കുന്നത്. നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർക്കോ കൂട്ടുവിശ്വാസിക്കോ ഏറ്റവും അടുത്ത സ്നേഹിതർക്കോ, എന്തിനു പറയുന്നു മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അപ്പനമ്മമാർക്കോ പോലും അറിയാത്ത ഒത്തിരി രഹസ്യമായ വേദനകൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. ദൈവവചനം പറയുന്നത്, നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ, തകർന്നിരിക്കുന്ന മനസ്സിനെ ദൈവം ഒരിക്കലും നിരസിക്കുന്നില്ല. നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ, ഭാരം വരുമ്പോൾ ചെയ്യേണ്ടത് മനുഷ്യരുടെ അടുത്തേക്ക് പോകാതെ ദൈവ സാന്നിധ്യത്തിലേക്ക്, പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി ചെല്ലുക. അവിടെ നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് പകർന്ന് അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് ഈ വചനം സംസാരിക്കുന്ന ഈ മുറി എൻ്റെ പ്രാർത്ഥനാ മുറിയാകട്ടോ. പലപ്പോഴും മനസ്സിനകത്ത് സങ്കടം വരുമ്പോൾ ഈ മുറിയിൽ കടന്നു വന്ന് മൗനമായിരുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ച് ഹൃദയത്തിലെ ഭാരവും വേദനകളും എല്ലാം ദൈവത്തോട് തുറന്നു പറയുന്നൊരു സ്ഥലമാണ്. ഇവിടെ എനിക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശബ്ദവും കേൾക്കുവാനും അനുഭവിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെ ഞാൻ ഏറ്റവും അധികം ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ളത്, സാന്നിധ്യം അടുത്തറിഞ്ഞിട്ടുള്ളത് ഹൃദയം നുറുങ്ങിയ അവസ്ഥകളില്ല. ഇന്ന് അതുപോലെ നുറുങ്ങിയ ഹൃദയത്തോടെ ആരെങ്കിലും എന്നെ ഈ സന്ദേശത്തിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുക, ദൈവം നിങ്ങളെ നിരസിക്കുകയില്ല, ദൈവം നിങ്ങളെ മറക്കില്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നന്മയുടെ അടയാളങ്ങൾ, വിടുതലിൻ്റെ പ്രവൃത്തികൾ അയക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാൻ മടിക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഹൃദയനുറുക്കത്തോടെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.